ഹലോ, വെൽക്കം ബാക്ക് ടു സുഫേറ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ നമുക്കൊരു ബർത്ത്ഡേ പാർട്ടി കേട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് കേട്ടോ ഇന്നത്തെ നമ്മളെ വീഡിയോയിലുള്ളത്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം അല്ലേ. അപ്പോൾ എന്താ ഇപ്പോൾ ചിക്കനൊക്കെ കാണിച്ചിരിക്കണതല്ലേ. അപ്പോൾ ഞങ്ങൾ ഉച്ചക്കായിട്ട് പോയത് അങ്ങോട്ട്. അപ്പോൾ അവിടെ ചിക്കനൊക്കെ പൊരിക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഒരുപാട് പിന്നെ ചിക്കനൊക്കെ പൊരിക്കാണ്ടായതുകൊണ്ട് നേരത്തെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അങ്ങനെ അവിടുന്ന് തറവാട്ടിൽ നിന്ന് ഉമ്മയും പിന്നെ അനിയൻ്റെ വൈഫും കുട്ടികളും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങളും ചെന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും പിന്നെ ഒരുമിച്ച് നല്ല പണിയിലാണ് കേട്ടോ. അപ്പോൾ പൊന്നൊക്കെ ഇവിടെ നല്ല കളിയിലാണ്. പൊന്നുവിൻ്റെയാണ് ബർത്ത്ഡേ ഉള്ളത്. അപ്പോൾ ഇവിടെ ബലൂണൊക്കെ സെറ്റാക്കാനുള്ള പിന്നെ പുറപ്പാടിലാണ് കേട്ടോ എല്ലാവരും. അവരവിടെ അത് ചെയ്യട്ടെ. പിന്നെ പായസം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഓളമ്മയാണ് ഉണ്ടാക്കുന്നത്. അങ്ങനെ അനിയനെ ഇതാക്കണം അവിടെ വന്നുകൊണ്ട് പിന്നെ ഭക്ഷണം കഴിക്കാൻ കേട്ടോ. കടയിൽ നിന്ന് വന്നതാണ്. അപ്പോൾ അവന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും ഓരോ പരിപാടിയിലാണ് കേട്ടോ. പിന്നെ 6.5 കിലോനാണ് കേട്ടോ നമ്മൾ ബിരിയാണി വെക്കുന്നത്. ഇപ്പോൾ ചിക്കൻ ബിരിയാണിയാണ്. പിന്നെ ചിക്കൻ 65 ഉണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാവരും അങ്ങനെ ഓരോ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ നല്ല കളിയിലുമാണ് അവിടെ. പിന്നെ ഓരോരുത്തർക്കും ഓരോരോ പണിയുണ്ട് കേട്ടോ ഇവിടെ. പിന്നെ ഞങ്ങളെല്ലാവരും ഇവിടെ വന്നിട്ട് തന്നെ കേട്ടോ ഉച്ചക്ക് ചോറൊക്കെ തിന്നത്. അപ്പോൾ അതൊന്നും വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഓളമ്മ കേട്ടോ പായസം ഉണ്ടാക്കണത്. നല്ല സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ ബർത്ത്ഡേ കുട്ടി ഇതിലങ്ങനെ ഓടിച്ചാടി ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവളവിടെ അങ്ങനെ നടക്കട്ടെ. പിന്നെ ഞാൻ കുറച്ച് ഭാഗങ്ങളൊക്കെ ആയിട്ട് കട്ടാക്കിയിട്ട് എടുത്തേക്കണം കേട്ടോ. പിന്നെ വീഡിയോസൊക്കെ പിന്നെ ഫുള്ള് ഡീറ്റെയിൽ ആയിട്ടൊന്നും എടുത്തിട്ടില്ല. പിന്നെ എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ വ്ളോഗ് ആയതുകൊണ്ട് നമ്മൾ അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത്ത് കൂടും. അല്ലെങ്കിൽ ആരും ഇത് കാണാനില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ നമ്മൾ ലെങ്ത്തും കൂടെ കൂട്ടിയെടുത്ത് കഴിഞ്ഞാൽ പിന്നെ തീരെയും കാണാൻ ആളുണ്ടാവില്ല കേട്ടോ. അപ്പോൾ കുറച്ച് കട്ടായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ അധികം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ എന്തായാലും ആ പായസം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനും മോനും വെറുതെ ഒന്ന് വീഡിയോ എടുത്ത് നോക്കിയതാണ്. സംഭവം സെൽഫി എടുക്കാൻ വന്നതാണ്. അപ്പോൾ ഓന് വീഡിയോ മലാട്ടം നോക്കിയത്. അപ്പോൾ അതാണ് അങ്ങനെയുള്ളത്. അപ്പോൾ ഇത് ഇളച്ചിയാണ് കേട്ടോ. പിന്നെ ഓള് കുട്ടിക്ക് പായസം ചൂടാറ്റി കൊടുക്കുകയാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇവിടെ എല്ലാവർക്കും പായസം കൊടുത്ത് പിന്നെ ഞങ്ങൾ ഓരോരോ ഗ്ലാസ് കുടിച്ചു കേട്ടോ. അപ്പോൾ അതൊക്കെ കുടിച്ച് കഴിഞ്ഞ് പിന്നെ ഇവിടെ ചിക്കൻ കണ്ടോ ഒരുപാട് പൊരിച്ചെടുത്തേക്കണേ. ഇത് ഒരുപാട് നേരം ആയിക്കണം കേട്ടോ പൊരിച്ചെടുത്തപ്പോൾ തന്നെ. പിന്നെ ഉള്ളി പൊരിച്ചെടുക്കണം എന്തിനാണെന്നറിയാം, ബിരിയാണിയിൽ ഇടാനാണ് കേട്ടോ. പിന്നെ മേലെ ഇടാനാണ്. പിന്നെ ഞങ്ങൾ മസാല കുക്കറിലാണ് കേട്ടോ വെച്ചത്. പിന്നെ ചിക്കൻ 65 ഇവിടെ പൊരിച്ചെടുക്കണുണ്ട് കേട്ടോ. അപ്പോൾ ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ മസാലയൊക്കെ കൂട്ടി ഇവിടെ റെഡിയാക്കുന്നുണ്ട് കേട്ടോ താത്ത. പിന്നെ താത്ത തന്നെ കേട്ടോ അത് വെച്ചുണ്ടാക്കുന്നതും. പിന്നെ നമ്മളൊക്കെ ഇങ്ങനെ ഓരോ സെറ്റാക്കണുള്ളൂ. പിന്നെ നമ്മൾ വെക്കും. പിന്നെ ഒരുപാട് തോനാകുമ്പോൾ നമുക്ക് അത്ര കണ്ട് കഴിയില്ല. അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ ഇവിടെ കണ്ടോ ഡെക്കറേഷൻ പരിപാടിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ അനിയനും പിന്നെ ഇളച്ചിയും പിന്നെ മക്കൾസും അപ്പോൾ അവരെല്ലാവരും പാടെ ഈ ഡെക്കറേഷൻ്റെ പരിപാടി നോക്കുകയാണ് കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് എന്താ പറയുക ബലൂണൊക്കെ ഊതി വീർപ്പിച്ചിട്ട് എന്താക്കി അതൊക്കെ കെട്ടി വെച്ചിട്ടോ. അപ്പം ഞാനിവിടെ കുട്ടീനെ അടുത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓളവിടെ പിന്നെ അതിൻ്റെ ഓരോ പരിപാടി ഇങ്ങനെ നോക്കുമ്പോൾ അപ്പോൾ ഞാനിങ്ങനെ വെറുതെ നിന്നപ്പോൾ ഇങ്ങനെ അതിനെടുത്തതാണ് കേട്ടോ. വെറുതെ അല്ല, ഞാൻ കോഴി പൊരിച്ചിനോടത്തുനിന്ന് അത് ഇട്ടുകാണ്ട് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഇവരെന്താ ചെയ്യണത് നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ കണ്ടപ്പോൾ ഒന്നിങ്ങനെ എടുത്തതാണ് കേട്ടോ. അങ്ങനെ പൊന്നൂസ് ഇതാക്കണ ബലൂണൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മിഠായി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഈ ചുറ്റും വന്ന് കണ്ട് ഓരോരോ മിഠായി എടുത്ത് അങ്ങനെ കൊണ്ടുപോകണം തിന്നണമുണ്ട് കേട്ടോ. കുട്ടികളല്ലേ അവർക്കതൊരു രസം. അങ്ങനെ പൊന്നുവിൻ്റെ ഈ ഫോട്ടോ പിക്ക് അടിപൊളി കേട്ടോ. അപ്പോൾ അതാദ്യം അവിടെ വെക്കാനുള്ള സെറ്റപ്പിലാണ് കേട്ടോ. അപ്പോൾ അതങ്ങനെ അവിടെ വെച്ചു കേട്ടോ. പൊന്നു എല്ലാവരോടും തലാട്ടി അങ്ങനെ ചിരിയും കളിയും വർത്താനൊക്കെ ആയിട്ട് ഓൾ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. പിന്നെ മിഠായി ആയിട്ട് തിന്ന് നടക്കുന്നത്. അപ്പോൾ ബലൂൺ ഉണ്ടോ 3 2 ഒരു കളറും അങ്ങനെ ഓരോ സെറ്റാക്കിയിട്ട് അങ്ങനെ ഡെക്കറേഷൻ്റെ പരിപാടിയിലാണ് കേട്ടോ അവരെല്ലാവരും. ഓരോരോ പ്ലാനിങ് ആണ് കേട്ടോ. അങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുക്കാൻ കേട്ടോ ഇവിടെ. പിന്നെ ഞങ്ങൾ ഈ ഫാമിലി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒരുമിച്ച് കൂടാറൊക്കെ ഉണ്ട് കേട്ടോ. അതൊരു വല്ലാത്തൊരു വൈബ് തന്നെയാണ് കേട്ടോ. എന്താ വെച്ചാൽ ഭയങ്കര രസമാണ്. എല്ലാവരും ഇങ്ങനെ ചിരിയും വർത്താനവും തമാശയും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകാൻ കേട്ടോ. അപ്പോൾ അങ്ങനെ എന്താ പറയുക ഒരു കുടുംബമാകുമ്പോൾ അങ്ങനെ വേണമല്ലോ നമ്മൾ ശരിക്കും അല്ലേ. അപ്പോൾ അത് ഭയങ്കര രസമാണ് കേട്ടോ. ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ പോകാറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വ്ളോഗിൽ തന്നെ ചെക്ക് ചെയ്താൽ തന്നെ അറിയാം കേട്ടോ നിങ്ങൾക്ക്. അപ്പോൾ നോക്കിയാൽ നല്ല മഴയാണ് കേട്ടോ. പൊന്നുവിൻ്റെ ബർത്ത്ഡേ അന്ന് പെരും മഴയായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ആ മഴ ഇങ്ങനെ പെയ്യണമെന്ന് എടുത്തതാണ് കേട്ടോ. അപ്പോൾ അനിയൻ വന്നിട്ട് പറഞ്ഞു പിന്നെ പൊന്നുവിൻ്റെ ബർത്ത്ഡേക്ക് മഴയാണ് അപ്പോൾ ഇതൊക്കെ ഒന്ന് പറയാമല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊക്കെ അങ്ങനെയൊക്കെ പറഞ്ഞിരുന്നു കേട്ടോ. അങ്ങനെ അത് വിചാരിച്ചിട്ടൊന്ന് എടുത്ത് നോക്കിയതാണ് കേട്ടോ. പിന്നെ അവരെ ഡെക്കറേഷൻ്റെ പരിപാടി ഉണ്ടോ അവർക്ക് തന്നെ ഒരു പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ടാണ് കുറേ അങ്ങനെ ഇങ്ങനെയൊക്കെ കേട്ടോ. അപ്പോൾ ഏതായാലും ഇത് ഏകദേശമൊക്കെ അവരിവിടെ ഒക്കെ സെറ്റാക്കി തുടങ്ങിയിരിക്കണം.
അപ്പോൾ ബലൂണും കാര്യങ്ങളൊക്കെ ഒട്ടിക്കലൊക്കെ തുടങ്ങിയിരിക്കണം കേട്ടോ. പിന്നെ നല്ല പിന്നെ മോളെ ഡ്രസ്സ് എന്ന് പറഞ്ഞാൽ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഞങ്ങളൊന്നും എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ അവൻ പറഞ്ഞിരുന്നു കേട്ടോ, കുട്ടിക്ക് ഡ്രസ്സ് എടുക്കണ്ട, ചെറിയ കുട്ടിയല്ലേ, അതുകൊണ്ട് ഡ്രസ്സൊന്നും ഞാൻ അധികം എടുത്ത് പിന്നെ കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ ഒന്നും കൊണ്ടുവരണ്ട, കളിപ്പാട്ടങ്ങളായിട്ടും എന്തും ഞാനിവിടെ ഒരുപാട് വാങ്ങി വെച്ചിരിക്കണം, അതുകൊണ്ടൊന്നും കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ. പിന്നെ രണ്ടാമത്തെ ബർത്ത്ഡേ അല്ലേ, ഇനി വേണ്ട, പിന്നെ ചെറിയ കുട്ടിയല്ലേ എന്നൊക്കെ കുറേ പറഞ്ഞിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് കേട്ടോ ഞങ്ങൾ അങ്ങനെ എടുക്കാതെ നിന്ന്, ഞങ്ങളൊരു ഡ്രസ്സ് എടുത്ത് കൊടുക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ വേറെയുള്ള ഒന്നും ഇപ്പോൾ നമ്മളെ കൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ആയിരുന്നു, അതുകൊണ്ട് ആ സാഹചര്യത്തിൽ ഞങ്ങൾക്ക് പറ്റില്ലായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ എന്താക്കി, പിന്നെ ഡ്രസ്സ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് എടുത്തതുമില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് എന്തോ ഒരു ഇടങ്ങേറായിരുന്നു, ചെറിയ കുട്ടിയല്ലേ, നമ്മളങ്ങനെ എടുക്കാതെ കൊണ്ട് എങ്ങനെ പോവുക, അങ്ങോട്ട് പോവുക എന്നൊക്കെ ഒരു ഭയങ്കര ഒരു ടെൻഷനായിരുന്നു കേട്ടോ. പിന്നെ ഇവരെ ഉമ്മയും വിളിച്ചിട്ട് പറഞ്ഞ് പിന്നെ ഒന്നും കൊണ്ടുവരണ്ട കേട്ടോ, ചെറിയ കുട്ടിയാണ്, ഒരുപാട് ഡ്രസ്സൊന്നും അങ്ങനെ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ നിർബന്ധം പിടിച്ചുകൊണ്ടാട്ടോ ഞങ്ങൾ അങ്ങനെ എടുക്കാവുന്നത്. പിന്നെ ഇവനെന്നെ അവൻ്റെ കുട്ടിയാക്കാനാട്ടോ വേണ്ടതും വേണ്ടാത്തതൊക്കെ ഒരുപാട് പിന്നെ സാധനങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ട് നോക്കണമൊക്കെ ഉള്ളൊരു ആൾ തന്നെയാണ് കേട്ടോ. അതുകൊണ്ട് പിന്നെ നമുക്ക് കൊണ്ടുവന്ന് കൊടുത്തിട്ടില്ലെങ്കിലും കൊടുത്തിട്ടില്ലെങ്കിലും ഒന്നും ഒരു വിഷയമല്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ പിന്നെ കണ്ടോ അവിടെ പിന്നെ ചോറ് പിന്നെ വെച്ചിരിക്കണം കേട്ടോ. പിന്നെ ഇത് പുറത്താട്ടോ വെച്ചത്, പിന്നെ താത്ത തന്നെയാണ് വെച്ചത്. അപ്പോൾ ദമ്മിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ ഇതിങ്ങനെ നെയ്ച്ചോറ് 2 പാത്രത്തൊക്കെ ആക്കിയിട്ട് മാറ്റുകയാണ്, ദമ്മിടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇങ്ങനെ 2 പാത്രത്തൊക്കെ ആക്കിയിട്ട് മാറ്റണത് എന്താണെന്ന് വെച്ചാൽ ആളുകളൊക്കെ വരുന്നതിൻ്റെ മുന്നേ നമ്മൾ പണിയൊക്കെ കഴിയണം കേട്ടോ. അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഓരോ വരുന്ന ടൈമിന് നമ്മൾ എന്താക്കണം, പണി എടുത്തുകൊണ്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ അത് വിചാരിച്ചിട്ട് നേരത്തെ ഞങ്ങളൊക്കെ തുടങ്ങിയിരുന്നു കേട്ടോ. അതുകൊണ്ട് എന്താ പറയുക, ആളുകളൊക്കെ വരുന്നതിൻ്റെ മുന്നേ തന്നെ നമ്മൾ ഏകദേശം പരിപാടികളൊക്കെ നമ്മളണ്ട് കഴിച്ചിരുന്നു കേട്ടോ. എന്താ വെച്ചാൽ അതാണ് നല്ലത്. നമ്മൾ മറ്റുള്ളവർ വരുമ്പോൾ നമ്മളിങ്ങനെ പണിയെടുത്ത് നിൽക്കുന്നത് ശരിയല്ലല്ലോ. അപ്പോൾ അതാണ് കേട്ടോ. അപ്പോൾ ഏതായാലും ഇതാ ചോറ് 2-3 ലെയറൊക്കെ ആയിട്ടാണ് നമ്മൾ പിന്നെ സെറ്റാക്കി എടുക്കുന്നത് കേട്ടോ. പിന്നെ എല്ലാവരും ബിരിയാണി ഇങ്ങനെ തന്നെയാണ് വെക്കുകയെന്ന് വെച്ചാൽ അല്ല, പലരും പല വെപ്പായിരിക്കും. പിന്നെ ഇപ്പോൾ ഒന്നും അധികം ആരും പിന്നെ ചിക്കൻ പൊരിക്കാണ്ടൊക്കെയാണ് പെട്ടെന്ന് ഇതാകുക. പിന്നെ എന്ന് പറഞ്ഞാൽ ആളുകൾ കൂടുമ്പോൾ നമ്മൾ എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ വെക്കണം. പിന്നെ ഇത് നല്ല അത്യാവശ്യം പിന്നെ 6 kgൻ്റെ ബിരിയാണിയാണ് കേട്ടോ, ചിക്കൻ ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണീൻ്റെ പിന്നെ പരിപാടി ഇവിടെ ഏകദേശം കഴിഞ്ഞു കേട്ടോ. ഇനി ലാസ്റ്റ് കണ്ടോ മേലെ പിന്നെ അതിൻ്റെ ഡെക്കറേഷൻ പരിപാടികളൊക്കെ ഒന്ന് കൊടുത്ത്, അപ്പോൾ നെയ്യൊക്കെ വെച്ച് നമ്മൾ മൂടിയൊക്കെ വെച്ച് പിന്നെ എന്താ പറയുക, അതിൻ്റെ മേലെ കണലൊക്കെ ഇട്ട് അടിയത്തെ കോരിയൊക്കെ മാറ്റി നമ്മൾ ദമ്മിടാൻ വെച്ചിട്ടോ. അപ്പോൾ അതവിടെ ചോറാണ് റെഡി ആയിട്ടോ. അങ്ങനെ പൊന്നൂൻ്റെ ഇതേ ആദ്യത്തെ ഡ്രസ്സൊക്കെ മാറ്റി അവളെ കഴുകി കൊടുത്ത് വേറെ ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തേക്കണം കേട്ടോ. അപ്പോൾ ഇവിടെ മോനൂസിൻ്റെ ഫോട്ടോ എടുക്കാൻ കേട്ടോ. അപ്പോൾ ഏകദേശം എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞിരിക്കണം കേട്ടോ. പിന്നെ അയൽവാസികളും പിന്നെ ഫ്രണ്ട്സും പിന്നെ അവർ കുടുംബക്കാരൊക്കെ എത്തിക്കണം കേട്ടോ. എല്ലാവർക്കും പായസമൊക്കെ കൊടുക്കുകയാണേ. അങ്ങനെ പിന്നെ എല്ലാവരും പായസമൊക്കെ കുടിച്ചിട്ടോ. അപ്പോൾ അങ്ങനെ ഇവിടെ എല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ പൊന്നൂസ് ഇവിടെ എന്താ കാട്ടണമെന്ന് വെച്ചാൽ പ്ലേറ്റിൽ ഗ്ലാസ് ഇങ്ങനെ വെച്ച് കേട്ടോ, അതിങ്ങനെ എല്ലാവർക്കും ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. പിന്നെ ഓളൊരു കളിയാണത്, അങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കുക കേട്ടോ, അത് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ അവളങ്ങനെ കളിക്കുന്നുണ്ട്. പിന്നെ അവളെ ഡ്രസ്സ് നല്ല അടിപൊളി ഡ്രസ്സ് കേട്ടോ, നല്ലൊരു കളറ്. പിന്നെ അവളെ ഫോട്ടോസാണ് കേട്ടോ. അവളത് പിന്നെ മോനുവിൻ്റെ ഉണ്ട് കേട്ടോ. പിന്നെ എല്ലാവരും എടുത്തുകൊണ്ട് നിൽക്കണതൊക്കെ പിന്നെ ഞാനൊന്നും ഇല്ല കേട്ടോ അതിൽ, എൻ്റെ ഒന്നും ഫോട്ടോ അതിൽ പെട്ടിട്ടില്ലേ. അങ്ങനെ നല്ല രസമുണ്ട് കേട്ടോ ഫോട്ടോസും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഒരുവിധം എല്ലാവരും ഇവിടെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ വിളിച്ച് ഏകദേശം എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ പൊന്നുവിൻ്റെ ബർത്ത്ഡേ ആയിട്ട് മോൾക്ക് നല്ല പിന്നെ അടിപൊളിയായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒരാളല്ലെങ്കിൽ ഒരാൾ എടുത്തുകൊണ്ട് നടക്കാനുണ്ടായിരുന്നു കേട്ടോ അവളെ. പിന്നെ എനിക്ക് എൻ്റെ മാപ്പിളക്ക് എൻ്റെ കുട്ടികൾക്കൊക്കെ കേട്ടോ, കുട്ടികളാണ് കിട്ടിയാൽ മതി കേട്ടോ. അങ്ങനെ തന്നെയാണ് ഒരുവിധം ആൾക്കാരൊക്കെ ഉണ്ടാകുക കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ചെറിയ കുട്ടികളെ കാണുമ്പോൾ ഭയങ്കര ഇഷ്ടമായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മൾ കേക്ക് ഇവിടെ പിന്നെ പുറത്തെടുത്തേക്കാണ് കേട്ടോ. പിന്നെ ഈ കേക്ക് ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ ഓളെ ഏട്ടത്തി തന്നെയാണ് കേട്ടോ. പിന്നെ 2 ലെയറായിട്ടുള്ള കേക്കാട്ടോ കൊണ്ടുവന്നിരുന്നത്. അപ്പോൾ ഇതേ കേക്ക് മുറിക്കുകയാണ് കേട്ടോ. അപ്പോൾ പൊന്നു ആൾ ഉഷാറാണ് കേട്ടോ. എല്ലാ മക്കളും കരയേ വാശി പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതൊന്നും ഉണ്ടായില്ല കേട്ടോ. അങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറയുമ്പോൾ ആൾ നല്ല ഉഷാറിൽ പിന്നെ മുറിച്ചു കേട്ടോ. പിന്നെ വായൊക്കെ കാട്ടി കൊടുത്ത് വേഗം തിന്നും ചെയ്തു കേട്ടോ. അതിനതൊക്കെ ഭയങ്കര രസം കേട്ടോ. അങ്ങനെ വേണമല്ലേ കുട്ടികളൊക്കെ ശരിക്കും. അങ്ങനെ പിന്നെ ബർത്ത്ഡേ സെലിബ്രേഷനൊക്കെ അടിപൊളിയാക്കിയിട്ട് എടുത്തു കേട്ടോ. എന്താണെന്ന് വെച്ചാൽ കേക്ക് അടിപൊളി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പറഞ്ഞ ആളുകളും വന്നു, അതുകൊണ്ട് പിന്നെ നല്ലൊരു സന്തോഷം കേട്ടോ. വിളിച്ചവരൊക്കെ വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നല്ലൊരു സന്തോഷമായിരിക്കും. അങ്ങനെ പിന്നെ കേക്കൊക്കെ തിന്നു കഴിഞ്ഞു കേട്ടോ. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ തേഞ്ഞു കേട്ടോ. പിന്നെ കുട്ടികളൊക്കെ ആദ്യം ചോറുണ്ണാൻ ഇരുത്തി, പിന്നെ പുറത്ത് വലിയ ആണുങ്ങളൊക്കെ ഇരുത്തി കേട്ടോ. അങ്ങനെ വന്നപോലെ അങ്ങനെ നിർത്താനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ ചോറൊക്കെ വിളമ്പിയിട്ട്
കൊടുത്തു കേട്ടോ. നല്ല സലാഡും നല്ല ചമ്മന്തിയും നല്ല ചിക്കൻ ചില്ലി പിന്നെ ചിക്കൻ ബിരിയാണി ആയിരുന്നു കേട്ടോ. വലിയ ടേബിളുമ്മേൽ ചെറിയ കുട്ടികളൊക്കെയാണ് കേട്ടോ ഇരുത്തിയത്. അങ്ങനെ എല്ലാവരും കഴിച്ചു കേട്ടോ. അങ്ങനെ വലിയവരും ഇവരിതെല്ലാവരും കഴിഞ്ഞ് വലിയവരും ഇരുന്നു. അപ്പോൾ നമ്മൾ ബർത്ത്ഡേ സെലിബ്രേഷൻ അടിപൊളി സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനൊന്നും മറക്കരുത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അതുവരെ ബായ്. വീഡിയോ കാണാൻ മറക്കല്ലേ.